ഇനി അവിടെ ചെന്നിട്ട് നേരെ ഫ്രഷ് ആകണമെന്നുള്ളവർക്ക് റെയിൽവേ സ്റ്റേഷനിൽ തന്നെ സൗകര്യമുണ്ട്. 30 രൂപ ടിക്കറ്റ് എടുത്തു കഴിഞ്ഞാൽ AC ഹാൾ കിട്ടും. അവിടെ കയറി നമുക്ക് റെസ്റ്റ് ചെയ്യാം. പിന്നീട് നമുക്ക് ഫ്രഷ് ആവുകയും ചെയ്യാം. മോനെ അങ്ങനെ നമ്മളൊരു 12 മണിക്കൂർ യാത്രയ്ക്ക് ശേഷം നമ്മൾ മംഗളൂർ സെൻട്രൽ സ്റ്റേഷനിലെത്തി. അത് നേരെ ഒരു ബിരിയാണി കഴിച്ചു. പക്ഷേ ബിരിയാണിയെ പറ്റി പറയുകയാണെങ്കിൽ മോശമായിരുന്നു. പിന്നെ അവിടെ നേരെ നമ്മൾ ബസ് സ്റ്റാൻഡ് പിടിച്ചു. ബസ് സ്റ്റാൻഡിൽ നേരെ അഗുംബയിലേക്ക് പോകുന്ന ബസ് കയറി. അങ്ങനെ ബസ് യാത്ര തുറന്നു. അങ്ങനെ മംഗലാപുരം ടൗൺ വളരെ അടിപൊളിയാണ് കാണാൻ. അങ്ങനെ ടൗൺ വിട്ട് നഗരത്തിൻ്റെ വശ്യത മാറി നമ്മൾ ഗ്രാമങ്ങളിലേക്ക് ചേക്കേറുന്നു. അഗുംബയിലേക്ക് പ്രവേശിക്കുന്നതോറും പശ്ചിമഘട്ട മലനിരകൾ നമ്മളെ മാടി വിളിക്കുന്ന പോലെയാണ് എനിക്ക് ഫീൽ ചെയ്തത്. ഈ ഒരു ക്ലൈമറ്റ് നോക്കുക ഗൈസ്, കോട, മലനിരകൾ, ഏതാ ഒരു ഗ്രാമത്തിലുള്ളൊരു ബസ് യാത്ര. അങ്ങനെ ഓരോ ഹെയർ പിൻ കയറി നമ്മൾ അങ്ങനെ ടോപ്പിലെത്താനാണ് പോകുന്നത്. അപ്പോൾ ഇനി അഗുംബയുടെ പ്രത്യേകത ഞാൻ പറയാം. ലോകത്തിലെ തന്നെ ഏറ്റവും കൂടുതൽ വിഷസർപ്പങ്ങളായ രാജവെമ്പാലകൾ വിലസി വാഴുന്ന സ്ഥലമാണ് ഗൈസ്. സോ ഒരുപോലെ തന്നെ കൗതുകവും അതുപോലെ തന്നെ നിഗൂഢത നിറഞ്ഞൊരു ഫോറസ്റ്റാണിത്. ഇതിൻ്റെ ഓരോരോ ഹെയർ പിന് കയറുന്നതോറും നമുക്ക് ചെവിയൊക്കെ അടയുന്നുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ അഗുംബയിലേക്ക് ശരിക്കും പ്രവേശിച്ചിരിക്കുന്നു ഗൈസ്. ഓരോ ഹെയർ പിന് കയറുന്നതോറും ഓരോ കാഴ്ചകളുടെ എണ്ണം കൂടിക്കൂടി വരുമായിരുന്നു. പിന്നെ നമ്മുടെ താമരശ്ശേരി ചുരം പോലെ അത്രയുള്ള റോഡിക്കുള്ള വീതിയൊന്നുമില്ല, വളരെ ചെറുതാണ്. അതുകൊണ്ട് തന്നെ തൊട്ട് താഴെ കൊക്കയൊക്കെ നന്നായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. സോ ഒരു വണ്ടി വരുമ്പോൾ നന്നായിട്ട് നിർത്തി കൊടുത്തിട്ടാണ് പൊയ്ക്കൊണ്ടിരുന്നത്. എൻ്റെ ആകെയുള്ളൊരു ടെൻഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു വണ്ടി എന്തെങ്കിലും ഒന്ന് ബ്ലോക്ക് വന്നു കഴിഞ്ഞാൽ ചുരത്തിൽ നമ്മൾ വെട്ടുപോകും. ഇനി നമുക്ക് ഇവിടുത്തെ കാഴ്ചകളൊക്കെ കാണാം ഗൈസ്. ഈ നോക്കൂ, ദൂരേക്ക് പറന്ന് കിടക്കുന്ന പച്ചപ്പരവതാനി പോലുള്ള മലനിരകൾ, കാഴ്ചകൾ വളരെയധികം മനസ്സിന് സന്തോഷം നൽകുന്ന ഓരോ കാഴ്ചകളായിരുന്നു. സോ ഇതിനിടയിൽ ബസ്സിൻ്റെ ക്രൗഡ് ഞാൻ കാണിച്ചു തരാം. ഇത്ര ആൾക്കാരുണ്ട്, ഫുൾ ക്രൗഡഡ് ആയിരുന്നു ഗൈസ്. കാരണം ഈ ബസ് അഗുംബയ്ക്ക് ശേഷം നേരെ പോകുന്നത് ഷിമോഗയിലേക്കാണ്. സോ നമ്മളിവിടെ തിരക്കിയപ്പോഴാണ് നമുക്ക് ഒരു കാര്യം അറിയാൻ സാധിച്ചത്. അഗുംബ എന്ന് പറയുന്ന ഒരു വില്ലേജാണ്. അത് ഈ വനത്തിനുള്ളിൽ കാണുന്ന ഒരു ചെറിയൊരു വില്ലേജാണ്. അവിടെ എറൗണ്ട് ഒരു 100 പേര് മാത്രമേ അവിടെ താമസമുള്ളൂ. പിന്നീട് നമ്മൾ നേരെ പോയത് അഗുംബയിലെ ടോപ്പ് പ്ലേസിലാണ്. അപ്പോൾ ഇവിടെ കയറിയത് മുതൽ നല്ല മഴയുണ്ടായിരുന്നു. മഴയുണ്ടെന്ന് വെച്ചാൽ കറക്റ്റ് നമ്മൾ താമരശ്ശേരി ചുരം കയറി വയനാട് എത്തുന്ന കണക്ക്, അതായത് നല്ലൊരു മഴയുള്ള സമയത്ത് കയറുന്ന കണക്ക് തന്നെയാണ് എനിക്ക് ഫീൽ ആയത്. പിന്നീട് അഗുംബയിൽ നിന്ന് കുറച്ചുകൂടെ മുന്നിലേക്ക് വരുമ്പോൾ, അതായത് നേരെ വരുമ്പോൾ നമ്മൾ ബസ് സ്റ്റാൻഡിലേക്കാണ് എത്തുന്നത്. അപ്പോൾ ഇവിടുത്തെ സ്കൂളുകളും താമസമൊക്കെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഇതൊരു ജനവാസ മേഖലയാണ്, കാടിന് ശേഷമാണിത് ഉള്ളത്. അപ്പം മെയിൻ അഗുംബ നമ്മൾ കഴിഞ്ഞു, കാരണം അത് വനത്തിനുള്ളിലാണ്. ഇതിവിടുത്തെ ഒരു ബസ് സ്റ്റാൻഡാണ്. അപ്പോൾ ഇനി നമ്മൾ പോകാൻ പോകുന്നത് ഷിമോഗയിലേക്കാണ്. പിന്നെ ഷിമോഗയിലെ വിവരങ്ങളൊക്കെ നിങ്ങൾക്ക് കാണാം. അതിനു മുമ്പ് ഞങ്ങൾ ഇവിടുന്ന് ചെറുതായിട്ടൊന്ന് കഴിക്കാമെന്ന് വിചാരിച്ചു. ബസ്സിൽ നിന്ന് ഇറങ്ങിയതാണ്. അങ്ങനെ ഞങ്ങൾ നേരെ വാങ്ങിച്ചത് ഇവിടുന്ന് കിട്ടിയെന്താണെന്ന് വെച്ചാൽ കപ്പയും പിന്നെ നമ്മുടെ നാട്ടിൽ കിട്ടുന്ന അതേ സാധനം തന്നെയാണ് കേസ് ഇവിടൊക്കെ തന്നെയുള്ളത്. പിന്നെ ഞാൻ ഒരു മുറുക്കും കപ്പയൊക്കെ വാങ്ങിച്ച് നേരെ ബസ്സിൽ കയറി നേരെ ഷിമോഗയിലിട്ടിട്ടു. അപ്പോൾ ഓക്കെ, ബൈ.